ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചക്ക ബജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അത് ഞാൻ 2-3 പച്ചക്ക എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്ലൈസ് രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും തിങ്സ് ആയിട്ട് എടുക്കണം, ഒരുപാട് കട്ടിക്ക് എടുക്കണ്ട. ഇനി നമുക്ക് ബാറ്ററിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനകത്ത് ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ 250 ml മെഷറിംഗ് കപ്പിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് അരിച്ചാണ് എടുക്കുന്നത്, അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടത്തില്ല. ഞാനതൊരു വിസ്ക് കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അതൊന്ന് അരിച്ചെടുക്കണം. ഒരു വട്ടം അരിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിതെല്ലാം അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടി നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്തൊന്ന് നല്ല രീതിയിൽ ഒന്ന് ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആക്കരുത്. ഏത്തക്കാപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം, ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇപ്പം നമ്മുടെ ബാറ്ററെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. നമ്മളൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ സ്പൂണിലേക്ക് ആ ബാറ്റർ പിടിക്കുന്ന രീതിയിലുള്ള ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഓരോ പച്ചക്ക ബജി നമ്മുടെ ബാറ്ററി മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി നമ്മൾ തിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന പച്ചക്ക ബജി എന്ന് ഒരെണ്ണം എടുത്ത് നമ്മൾ ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും അതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബജി ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതേപോലെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം. 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്ക ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു അരിപ്പത്തവി കൊണ്ട് നമുക്കിത് കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നമ്മുടെ പച്ചക്ക ബജിയും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്ക ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം സ്നാക്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അതുകൂടാതെ റംസാന് തയ്യാറാക്കാൻ പറ്റിയൊരു ബജിയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.